ഒരു വർഷത്തിനപ്പുറം സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നതും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ഒരുപോലെ പ്രതിഫലിച്ച സംസ്ഥാന ബജറ്റ്. തല്ലും തലോടലുമായാണ് പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് അവതരണം. ക്ഷേമ പെൻഷൻ കൂട്ടിയില്ലെങ്കിലും മറ്റു ക്ഷേമ പദ്ധതികളും വിവിധ മേഖലകളിൽ വികസനത്തിനായുള്ള വകയിരുത്തലും ബജറ്റിൽ ആവോളമുണ്ട്. എന്നാൽ ഭൂനികുതിയിലെയും കോടതി ഫീസിലെയും വൻ വർധന സാധാരണക്കാർക്ക് തിരിച്ചടിയാകും. സാമ്പത്തിക ഞെരുക്കം മറികടക്കാൻ തനത് വരുമാനം കൂട്ടാനുള്ള വൻ പദ്ധതികളാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സാമ്പത്തിക ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചു തുടങ്ങിയെന്നാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിന് ആമുഖമായി പറഞ്ഞത്. വിവിധ ക്ഷേമ പദ്ധതികളെ കൂടാതെ അടിസ്ഥാന മേഖലകൾക്കും വ്യവസായത്തിനും ആരോഗ്യത്തിനും ഗതാഗതത്തിനും വികസന പദ്ധതികൾക്കും വാരിക്കോരി വകയിരുത്തലുകളും പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. ക്ഷേമ പെൻഷൻ കൂട്ടില്ല, പക്ഷേ 3 ഗഡു കുടിശ്ശിക ഉടൻ നൽകും. ജീവനക്കാരുടെ 2 ഗഡു ശമ്പള പരിഷ്കാര കുടിശ്ശികയും ഈ വർഷം നൽകും. 2 ഗഡു DA കുടിശ്ശിക PF-ലേക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ ലയിപ്പിക്കും. പെൻഷൻകാരുടെ 600 കോടി രൂപയുടെ കുടിശ്ശിക ഈ വർഷം തന്നെ നൽകും. കാർഷിക മേഖലയിലെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് 2025-26 സാമ്പത്തിക വർഷം 727.40 കോടി രൂപ വകയിരുത്തി. സമഗ്ര നെല്ല് വികസന പദ്ധതിക്കായി 150 കോടി രൂപ വകയിരുത്തി. സമഗ്ര പച്ചക്കറി വികസന പദ്ധതിക്ക് 78.45 കോടി രൂപ വകയിരുത്തി. VFPCK മുഖേന പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള വിവിധ പദ്ധതികൾക്ക് 18 കോടി രൂപയും ഇതിൽ ഉൾപ്പെടുന്നു. നാളികേര വികസനത്തിനായി 73 കോടി രൂപ വകയിരുത്തി. പാലക്കാട് ചിറ്റൂർ പെരുമാട്ടി അഗ്രോ ഇന്നൊവേഷൻ പാർക്കിന് 1 കോടി രൂപ അനുവദിച്ചു. ചിറ്റൂർ പുഴ ജലസേചന പദ്ധതി കനാലുകളുടെ നവീകരണത്തിന് 12 കോടി രൂപയും വകയിരുത്തി. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതി നവീകരണത്തിന് 1 കോടി രൂപ അനുവദിച്ചു. പാലക്കാട് കിൻഫ്ര ഇന്റഗ്രേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ടെക്സ്റ്റൈൽസ് പാർക്കിലെ 12.5 MLD ശേഷിയുള്ള ജലശുദ്ധീകരണ പ്ലാന്റും ജലവിതരണ പൈപ്പ് ലൈനും സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്കായി 6.5 കോടി രൂപ വകയിരുത്തി. കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായുള്ള കൊച്ചി പാലക്കാട് ഹൈടെക് വ്യവസായ ഇടനാഴിക്ക് 200 കോടി രൂപ അനുവദിച്ചു. പാലക്കാട് ചിറ്റൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് 2 കോടി രൂപ വകയിരുത്തി. പാലക്കാട് ജില്ലയിൽ സാംസ്കാരിക സമുച്ചയ നിർമ്മാണം പൂർത്തീകരിച്ചതായി ധനമന്ത്രി അറിയിച്ചു. പട്ടികജാതി ഉപപദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 25 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും അഭിമാനമായിരുന്ന MT വാസുദേവൻ നായരുടെ സ്മരണ നിലനിർത്തുന്നതിനായി തിരൂർ തുഞ്ചൻ പറമ്പിനോട് ചേർന്ന് സ്മാരകം നിർമ്മിക്കും. മലയാള ഭാഷയുടെ ചരിത്രത്തിനും സംസ്കാരത്തിനും പ്രാധാന്യം നൽകുന്നതും MTയുടെ ജീവിതവും സംഭാവനകളും കൃതികളും വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തും വിധമുള്ള പഠന കേന്ദ്രമാവും സ്ഥാപിക്കുക. അതിനായി ആദ്യഘട്ടത്തിൽ 5 കോടി രൂപ അനുവദിച്ചു. UTV ന്യൂസ്, പാലക്കാട്.